നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ നമുക്ക് വിജയിപ്പിക്കണമെങ്കിൽ സർവൈവ് ചെയ്യുന്ന കാര്യമില്ല, വിജയിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. വിജയിപ്പിക്കണമെങ്കിൽ രണ്ട് മാർഗ്ഗങ്ങളെ നമുക്ക് ഉള്ളൂ. ഒന്ന്, കോസ്റ്റ് ലീഡർഷിപ്പ് കാണിക്കുക. രണ്ട്, ഡിഫറൻഷിയേഷൻ കാണിക്കുക. അതായത് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില എത്രയും ന്യായമാക്കാൻ പറ്റുമോ അത്രയും ന്യായമാക്കുക. രണ്ടാമത് ഡിഫറൻഷിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തത പുലർത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെയോ സർവീസിനെയോ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റൂ. ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു, ഒരുമിച്ച് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ നമ്മൾ ഇടയിൽപ്പെട്ടു പോകും. നീണ്ട കാലത്തിൽ ലോങ് ടേമിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ വിജയിപ്പിക്കാൻ പറ്റില്ല. വിലയിൽ ന്യായം പുലർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്ത് ഏറ്റവും കുറച്ച വിലയിൽ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കണമെന്നല്ല, നമ്മളെ കാറ്റഗറിയിൽ, നമ്മുടെ ക്വാളിറ്റിയിൽ, നമ്മളെ ഓഡിയൻസിന് ആർക്കാണോ നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നത് അതിൽ നമ്മൾ ന്യായമായ വിലയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ വിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് കോസ്റ്റ് ലീഡർഷിപ്പ്, അതായത് വിലയിൽ ന്യായം പുലർത്തുന്നത്. ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരും ചെയ്യാത്ത ഒരു വ്യത്യസ്തത, കസ്റ്റമറിന് ഒരു വാല്യൂ കിട്ടുന്ന വ്യത്യസ്തത, അത് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഡിഫറൻഷിയേഷൻ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് നമ്മുടെ കമ്പനിയെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മുടെ കമ്പനിയിൽ എന്ത് പ്രോഡക്റ്റ് വിൽക്കുന്നു എന്നുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും പ്രധാനമാണ് ആർക്കാണ് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നുള്ളത്. ആർക്കാണ് പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായാൽ നമുക്ക് ഈ രണ്ട് മാർഗ്ഗത്തിൽ ഏത് മാർഗ്ഗം സ്വീകരിക്കണമെന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. വിലയിൽ ന്യായം പുലർത്തിയാണോ നമ്മൾ പ്രോഡക്റ്റ് വിൽക്കേണ്ടത്, അതോ ഡിഫറൻഷിയേഷനിലൂടെയാണോ പ്രോഡക്റ്റ് വിൽക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. രണ്ടും കൂടെ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റ്, വ്യത്യസ്തത പുലർത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ഉണ്ടാക്കാൻ എന്തായാലും കാശ് കൂടുതൽ വേണ്ടി വരും. ആ കാശ് കൂടുതൽ നമ്മൾ ചിലവാക്കിയിട്ട് നമുക്ക് പ്രോഡക്റ്റ് കുറഞ്ഞ വിലയിൽ, ന്യായമായ വിലയിലൊന്നും വിൽക്കാൻ പറ്റില്ല. വ്യത്യസ്തമായ പ്രോഡക്റ്റ്, വ്യത്യസ്തമായ സർവീസസ്, വ്യത്യസ്തമായ അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ്, അങ്ങനെയൊക്കെ ഉള്ള പ്രോഡക്റ്റുകൾക്കും സർവീസസിനും ഒക്കെ കുറച്ച് വില കൂടുതലായിരിക്കും. കാരണം അതിന് മുടക്കുന്ന കാശ് കൂടുതലായിരിക്കും പൊതുവെ. രണ്ടാമത്, ഡിഫറൻഷിയേഷൻ ഇല്ല, അതായത് വ്യത്യസ്തതയില്ല. എന്നാൽ കാശിൻ്റെ കാര്യത്തിൽ ന്യായമായ കാശിനല്ല ഞാൻ വിൽക്കുന്നത്, വില കൂട്ടി എനിക്ക് പ്രോഡക്റ്റ് വിൽക്കണം എന്ന് വെച്ചാൽ അത് നടക്കില്ല. കാരണം വ്യത്യസ്തത ഇല്ലാത്ത പ്രോഡക്റ്റുകൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും വിൽക്കുന്നുണ്ടാവും, അവരും വിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ വില കുറഞ്ഞ് വിൽക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ വില കൂട്ടി ആരും മേടിക്കാറില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, നമ്മൾ ഏത് പ്രോഡക്റ്റാണ് വിൽക്കുന്നത് എന്നുള്ള പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മൾ ആർക്കാണ് വിൽക്കുന്നത് എന്നുള്ളത്. ആ ആർക്കാണ് വിൽക്കുന്നത് എന്നുള്ളത് ആയിരിക്കും നമ്മളെ കമ്പനിയുടെ സ്ട്രാറ്റജിയെ തീരുമാനിക്കുന്നത്.